യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഡിവോഴ്സ് അനുവദനീയമാണോ, വിവാഹമോചനം അനുവദനീയമാണോ? ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. ഇവിടെ നിങ്ങൾ രണ്ട് മാതാപിതാക്കളാൽ രണ്ട് വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടു, രണ്ട് വാഹനത്തിൽ ഇന്ന് ഇവിടേക്ക് വന്നു. എന്നാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ ഒന്നായി. നിങ്ങളെ ഒന്നാക്കിയതാരാ? നിങ്ങൾ രണ്ടല്ല ഒന്ന്. ഈ ഒന്നെന്ന് പറഞ്ഞാൽ അതെന്തുവാ? കല്യാണം 25 വർഷം കഴിഞ്ഞ് നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ആളുകൾ, നിന്റെ പണം, എൻ്റെ പണം, നിന്റെ അത്തോട് നിന്റെ ഏറ്റവും തീർന്നു കേട്ടോ. നിന്റെ അപ്പനും എൻ്റെ അപ്പനും നിന്റെ വയസ്സും ഒന്ന്. മോൾ ആര്യയുടേതെല്ലാം മോളുടേതായി മാറും, മോളുടേതെല്ലാം അവളുടേതായി മാറും. ഒന്നിച്ച് പറയാം, നമ്മുടെ പപ്പ, നമ്മുടെ മമ്മി, നമ്മുടെ നിന്റെ കല്യാണം വേണ്ടി വിളിക്കുന്ന പോലെ നിന്റെ പറഞ്ഞിരിക്കുക. ഇന്നത്തോട് മാറി ഒന്നായി. പ്രിയ രുചിമോന്റെ പപ്പായും മമ്മിയും എഴുന്നേറ്റ് നിങ്ങളുടെ ഗസ്റ്റിന് വിഷ് ചെയ്തൊക്കെ ഹായ് പറഞ്ഞിട്ട് അവരെ ഹായ് പറഞ്ഞു. ഐക്യതയോടെ കൊടുക്കുന്നു, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരു കണ്ണ നിറഞ്ഞ് അമ്മ മമ്മി എഴുന്നേറ്റ മോളെ ആര്യ ഒരു നല്ല മമ്മിക്ക് പപ്പായും മമ്മി മതി. നമ്മളെ നിങ്ങളെ യോജിപ്പിച്ച മനുഷ്യനല്ല, ആ യോജിപ്പിച്ച ദൈവത്തിന് നിങ്ങളൊരാളെ മരണത്താൽ. ഈ ബന്ധം മരണം വരെയുള്ള ബന്ധമാണ്. ഏത് കാരണവശാലും ഇത് കഴിയാൻ പാടില്ല. തീർക്കാടി തൊട്ടിരിക്കുക പരപ്പേരണയാലോ നിങ്ങൾക്ക് തന്നെയോ മറ്റെന്ത് കാരണത്താലും വിവാഹം ഒഴിയാൻ പാടില്ല. ഡിവോഴ്സ് ദൈവം വെറുക്കുന്നതാണ്. മരണം വരെ നിങ്ങളിൽ ഒരാളെ ദൈവം വേർപിടിക്കും വരെയുള്ള ബന്ധമാണ്. ഓക്കെ, രണ്ടുപേരും കൈകൊടുത്ത് ഞാൻ ഇവരുടെ ലോകം പരസ്യപ്രഖ്യാപനം ചെയ്യുമ്പോൾ നിങ്ങൾ കരമടിച്ച് സ്വീകരിക്കണം. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിടിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ 3 വട്ടം ആമേൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടുപേരും നോക്കി പറഞ്ഞ്, ഇന്ന് മുതൽ നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം, നീ പോകുന്നിടത്തൊക്കെയും ഞാനും പോരും. മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല. മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല. മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല. ദൈവവചനം വെച്ച് ദൈവമക്കളെ സാക്ഷിയാക്കി, ദൈവത്തെ സാക്ഷിയാക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് അവതാരണത്തോടെ എന്നെ കല്യാണം ചെയ്തെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വിവാഹം പരസ്യപ്രഖ്യാപനം ചെയ്യാൻ പോവാണ്. റിജിമോന്റെ യുവാവും ആര്യായും ദൈവസാന്നിധ്യത്തിൽ വിശുദ്ധ വേദപുസ്തക ഉപദേശപ്രകാരം വചനപ്രകാരം പരസ്പരം ഉഭയസമ്മതം ചെയ്ത് വിശുദ്ധ വിവാഹാവസ്ഥയിൽ പ്രവേശിച്ചിരിക്കയാൽ ഇന്നു മുതൽ ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ പരസ്യ പ്രഖ്യാപനം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം. ഞങ്ങളുടെ എല്ലാ കല്യാണത്തിലും ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ദൈവം ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നമ്മളൊരിക്കൽ ദൈവം ആശ്രമം എല്ലാവരും കണക്കൂടും. ദൈവം നമ്മോട് ചോദിക്കുമ്പോൾ നമ്മളെ കണ്ണുനീരൊപ്പണം. നിങ്ങൾ എന്നെ വിശപ്പെടുത്തണം, നിങ്ങൾ എന്നെ ആത്മാക്കൾ നേടണം, നിങ്ങൾ മണിക്കൂറിൽ പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ വാഴും നേരുന്നു. എന്നെ ക്ഷണിച്ചത് ക്ലാസ്സോടും കുടുംബത്തോടും നീ പ്രശ്നമാണ്. എത്ര പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. ഈ പെട്ടെന്ന് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു കൈകൾ പോലെയിരിക്കും. യഹോവനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവരോടും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ നല്ല കർത്താവേ, ഞങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവേ അപ്പാ അവയെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അപ്പാ
മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജോലി വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അഭിഷേകത്തിലൂടെ ആത്മാവിനെ ഒന്നാക്കി, പക്ഷെ ഇന്നു മുതൽ ഈ കുടുംബജീവിതം നയിപ്പാൻ ഒരു ദിവ്യ കൃപ തുറന്ന സ്വർഗം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രിയാരിമോൾ ചേർത്ത് പിടിച്ച്, പ്രിയാരിമോൾ കീഴ്പ്പെട്ട്, പരിശുദ്ധാത്മാവിന്റെ മധ്യയിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃത കുടുംബജീവിതം പണിയുവാൻ അവർ ചെന്ന് നേർന്ന ഭവനത്തിന് ഒരു അനുഗ്രഹമായി ഇവർ കർത്താവേ ഈ കുടുംബത്തിലും അവർ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവേ ഇന്നു മുതൽ ഇവരുടെ കുടുംബജീവിതത്തെ കർത്താവ് കാലഘട്ട ദൈവസഭയ്ക്ക് അവർ ഭാവി ദൈവിക പദ്ധതികൾക്ക് ഇന്നു മുതൽ ഒരു പുതിയ പണി പരിശുദ്ധാത്മാവേ നീ കെട്ടിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെയും സാറായെയും അവരെ ഇസ്ഹാക്കിനെയും റിബെക്കയെയും യാക്കോബിനെയും റാഹേലിനെയും കർത്താവേ അപ്പാ ബോഅസിനെയും രൂത്തിനെയും അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ സഭയായി അബ്ദുല്ലായെയും ക്രിസ്ത്യനെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങൾ സഭയായി നിന്റെ മക്കളെ അഭിഷേകന്മാർ ചേർന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിന് ഇരുട്ടിന്റെ മണ്ഡലങ്ങൾക്ക് ഈ കുടുംബത്തെ തൊടാൻ അവകാശമില്ല. സ്വർഗീയ തീവതിൽ ഇവിടെ ചുറ്റും എപ്പോഴും വ്യാപിക്കട്ടെ. ഇവരുടെ ഭവനത്തിൽ നിന്ന് ഇവരുടെ പുറപ്പെടുന്ന തലമുറകളായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്ര തലമുറകൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു അത് ഇവർക്ക് പുറപ്പെട്ട് ഭാവി ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരും തലമുറയിൽ നിങ്ങൾ കേൾക്കട്ടെ. പ്രിയ പോലും പ്രിയ ആര്യപോലും ദൈവസഭയ്ക്ക് അനുഗ്രഹമായെന്ന് കേൾക്കുവാൻ ഇടവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കീഴ്പ്പെട്ട് നിൽപ്പാൻ, ചേർന്ന് നിൽപ്പാൻ, ഉറുക്കപ്പെട്ട് നിൽപ്പാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ, സ്വയാശ്രയത്തിലല്ല ദൈവാശ്രയത്തിൽ നിൽപ്പാൻ ഈ മകളോട് നീ ദിവ്യകൃപ അപ്പൻ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ മോനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷൻ വന്നാലും ഡിവൈൻ ഹ്യൂമിലിറ്റിയിൽ, ഡിവൈൻ പ്രോഗ്രസിൽ, ഡിവൈൻ അതോറിറ്റിയിൽ, ഡിവൈൻ ലവിൽ നിൽപ്പാൻ കുഞ്ഞുങ്ങളെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ ഈ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ എല്ലാവരും ഒരു നിമിഷം കൊണ്ട് നീങ്ങാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആ രണ്ട് കരങ്ങളും ചേർത്ത് ചെറിയൊരു മഴ പെയ്തു, അപ്പൊ ചൂടിനൊന്ന് മാറ്റി. ഇത് നമുക്കൊരു കുഴപ്പവുമില്ല. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ അനന്തരം നമ്മള് സർക്കാരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തന്നെ ആശംസകൾ അറിയിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്ക് അതിനുവേണ്ടി ഉള്ള സമയം ഉണ്ട്. ഇപ്പോൾ ആമേൻ ഒരു നിമിഷം നമുക്ക് എഴുതി തീർക്കാം. നമ്മുടെ വിവാഹ ശുശ്രൂഷയുടെ ആശ്രദിക്കപ്പെടുകയാണ്. ഒറ്റ വാക്കിൽ ആമേൻ നന്ദി പറയാൻ വേണ്ടി സമയം കളയുന്നില്ല. ഒത്തിരി തെറികളുടെ നടുവിൽ തന്റെ ദാസന്റെ ഫ്ലൈറ്റ് മിസ്സായി പോയി.
May the words of truth adorn your life like a crown on the head and a necklace around the neck, as the instruction of a father and the teaching of a mother. May God, who is a shield to the upright and a savior to the innocent, save and protect you. Never forget the counsel that gives peace and long life. Keep kindness and faithfulness in your heart always. May you live in the fear of the Lord, the fountain of life, and may your family be blessed. ഫെയ്ത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ സജീവ അംഗത്വവും പിന്നെ സർവ്വ സമാജത്തിൽ ചില ദിവസങ്ങൾ അക്കൗണ്ടിൻ്റെ തുകയും ആയിരിക്കുവാനിടയായി. അതിൽ നമ്മുടെ സർവ്വ സമാജത്തിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവനാമത്തിലുള്ള വിശ്വാസ അറിയിച്ചുകൊണ്ട് ദൈവാലയങ്ങളിലേക്ക് പെണ്ണുമായി നിർമ്മിച്ച നീതിവരം നാലു മുരച്ചാൻ പെറ്റു പെരുകെ മന്നിടം വാഴുന്നരുൾ ചെയ്ത നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു
ഒന്ന് സ്മൈൽ ചെയ്തോട്ടെ. ഹലോ എവരിവൺ. ഓക്കേ, ഹായ്. നമ്മുടെ marriage is just between the two families. It is just between the two people. It's just between the two families. ഈ മംഗളകരമായ sisters and family നെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. Please put your hands together as our parents come to our stage. To the stage, please put your hands together. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ ഉന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ ഒരാളുടെ ഡാൻസ് കളിക്കും. ഓക്കെ, ഒരു കൊച്ചു കളിക്കും. ഓക്കെ, റെഡിയല്ലേ? வாழ்க்கைக்கு முக்கியமான சத்தியம் ஒன்று சொல்ல போறேன். எங்களுக்கு நல்லது நடந்த முக்கிய சம்பவமே அதுக்கு இனிமையான பாட்டால் நான் பாட போறேன். மனசு பட்டாம்பூச்சியே யாரும் நினையாத எங்களை
இந்த ஆண்டு நடக்க போகுது அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே அற்புதங்கள் குவிய போகுதே சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு Say
യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. നിന്നോട് ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി പ്രകൃതിയുടേതായ പ്രതികൂലങ്ങളൊക്കെ നമുക്ക് ആശങ്ക അല്പമൊക്കെ ഉളവാക്കിയെങ്കിലും അതൊന്നും ഒരു ദോഷമായി ഭവിക്കാതെ ഈ നിമിഷം വരെയും കർത്താവിന്റെ തിരുകൃപയിൽ അവിടുന്ന് സകലവും ഒന്നുമില്ല. ദൈവത്തിന്റെ മഹാകൃപ ഞങ്ങൾ അറിയുന്നു. ദാവീദ് പറഞ്ഞു, ഞങ്ങൾ നിന്ദിക്കുന്നവർ കണ്ട് ലക്ഷിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, സഹവാസം, കാവൽ കൂട്ടായ്മ ഇന്നു മുതൽ കുടുംബജീവിതം ആരംഭിച്ച ആമേൻ പ്രിയ റിജുവിനോട് മാരിയോട് ഇവിടെ കൂടിയിരിക്കുന്ന സകലരോട്, പ്രത്യേകിച്ച് പ്രിയാരിയുടെ ഭവനം പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോൾ മടങ്ങി കടന്നു പോകും. അവരുടെ മടക്കി യാത്രയോടും കൂടി മുതൽ നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷകളെയും ഇന്നത്തെ എല്ലാ ഫംഗ്ഷനുകളെയും മംഗളകരമാക്കി തീർത്ത കർത്താവ് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവ് യേശുവേ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എന്നാശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. മഹിമയിൻ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്.